ബിജെപി ഓഫീസിൽ കള്ളപ്പണം ഒളിപ്പിച്ചുവെന്ന തൃശൂർ മുൻ ഓഫീസ് സെക്രട്ടറിയുടെ വെളിപ്പെടുത്തലിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലേക്ക് കോൺഗ്രസ് മാർച്ച്. പ്രതീകാത്മകമായി ചാക്കിൽ പണക്കെട്ടുമായാണ് പ്രതിഷേധം. സലാം മുഹമ്മദ് കൂടുതൽ വിശദാംശങ്ങൾ നൽകും. സലാം, പറയൂ, എങ്ങനെ പുരോഗമിക്കുന്നു ഈ പ്രതിഷേധ മാർച്ച്? പാലക്കാട് നഗരസഭയുടെ മുമ്പിലേക്ക് കോൺഗ്രസിന്റെ മാർച്ച് എത്തിയത്. പാലക്കാട് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. അതിനുശേഷം പാലക്കാട് നഗരസഭ ഗേറ്റിന് മുമ്പിൽ പോലീസ് തടയുകയായിരുന്നു. നമുക്കറിയാം, തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പണം കണ്ടെത്തിയെന്നുള്ള മുൻ ഓഫീസ് സെക്രട്ടറിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ ബിജെപിക്കെതിരെ ഇത് രാഷ്ട്രീയ ആക്രമണമാക്കുകയാണ് പാലക്കാട് കോൺഗ്രസ് ചെയ്യുന്നത്. ബിജെപിക്ക് സ്വാധീനമുള്ള ഒരു മേഖല എന്ന നിലക്ക് പാലക്കാട് നഗരസഭ ഉൾപ്പെടെ ബിജെപിയാണ് ഭരിക്കുന്നത്. അത്തരത്തിൽ ബിജെപിയെ പ്രതിരോധത്തിലാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഒരു സമരമുഖത്തേക്ക് തന്നെ കോൺഗ്രസ് ധരിക്കുന്നത്. പണച്ചാക്കുകൾ, പ്രതീകാത്മക പണച്ചാക്കുകൾ ഏന്തിക്കൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത്. വലിയ ആൾക്കൂട്ടം തന്നെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടുണ്ട്. കോൺഗ്രസ് പ്രവർത്തകരൊക്കെ തന്നെ ഈ പ്രതിഷേധത്തിൽ അണിനിരക്കുന്നുണ്ട്. നേരത്തെ തന്നെ പോലീസ് ബാരിക്കേഡ് വെച്ച് നഗരസഭക്കകത്തെ പ്രവർത്തകർ കയറാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് മാർച്ച് ആരംഭിച്ച് പോലീസ് മുമ്പിൽ വെച്ച് തടഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ മറ്റു പരിപാടികളിലേക്ക് പ്രതിഷേധത്തിന്റെ ഭാഗമായുള്ള നേതാക്കളുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കാണ് മാർച്ച് കടന്നിരിക്കുന്നത്. മറ്റു അക്രമ സംഭവങ്ങളൊന്നും തന്നെ പ്രവർത്തകരുടെ ഭാഗത്തുണ്ടായിട്ടില്ല. നിലവിൽ പണച്ചാക്കുകൾ, പ്രതീകാത്മക പണച്ചാക്കുകൾ കയ്യിലേന്തിക്കൊണ്ട് പ്രവർത്തകർ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും ഇപ്പോൾ പാലക്കാട് നഗരസഭയുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ മറ്റു കാര്യപരിപാടികളാണ് നടത്തിയിട്ടുള്ളത്. ഈ പ്രകോപനങ്ങളൊന്നും തന്നെ പ്രവർത്തകരുടെ ഭാഗത്തുണ്ടായിട്ടില്ല. ഇതേതായാലും ബിജെപിക്കെതിരെ ഈ കള്ളപ്പണ ആരോപണം വന്നതിന് പിന്നാലെ അത് ബിജെപിക്ക് സ്വാധീനമുള്ള ഒരു മേഖല എന്ന നിലയ്ക്ക് പാലക്കാട് ഒരു രാഷ്ട്രീയ ആയുധമാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. അത്തരത്തിൽ തന്നെ ഇതൊരു രാഷ്ട്രീയ ചർച്ചാ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു പ്രതിഷേധം എന്ന നിലയ്ക്ക്, പരസ്യ പ്രതിഷേധം എന്ന നിലയ്ക്ക് തന്നെ ബിജെപി ഭരിക്കുന്ന നഗരസഭയിലേക്ക് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നിരവധി പ്രവർത്തകർ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗേറ്റിന് മുന്നിൽ ഈ പ്രതിഷേധ മാർച്ച് തടഞ്ഞ് അവിടെ ബാക്കി കാര്യപരിപാടികളിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ തരത്തിലാണ് ഇപ്പോൾ മാർച്ച്